സുഹൃത്തെ, 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഒരുപാട് മെയിലുകൾ ഇരുന്ന് വായിച്ചു. ഇതിൽ ഭൂരിഭാഗവും വരുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയാണ്. ഈ ഏജിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്തായിരിക്കും വെച്ചാൽ, ഒന്ന്, കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാകുന്ന ടെൻഷൻ. എനിക്ക് വയസ്സ് കൂടിപ്പോയോ, അല്ലെങ്കിൽ എനിക്ക് നല്ല പെണ്ണിനെ കിട്ടുമോ, ചെക്കനെ കിട്ടുമോ, ഇതുപോലുള്ള സംശയങ്ങൾ. 2, കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ല ജോലിയിലേക്ക് എത്തി, നല്ല സാലറി ഒക്കെ വാങ്ങുന്നു, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്നുള്ള ചോദ്യം. വേറെയും കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒറ്റപ്പെടൽ പോലുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, എന്തൊക്കെയോ കടബാധ്യതകൾ അടക്കം ഇവർക്ക് വലിയ വിഷയമായിട്ട് മാറാറുണ്ട്. ഞാൻ ആദ്യം കയറാൻ പോകുന്നത് ഈ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിലേക്കാണ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഈ കഴിച്ച ആളുകൾക്ക് കഴിക്കാത്ത ആളുകളോട് അസൂയ തോന്നുന്ന, കഴിക്കാത്ത ആളുകൾക്ക് കഴിച്ച ആളുകളോട് അസൂയ തോന്നുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഒന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഒരു അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു പാരൻ്റാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ട്. ഇവർ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു കഴിഞ്ഞാൽ ഇവരാകെ മോശമായി പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ മകനെന്താ കല്യാണം കഴിക്കാത്തത്, നിങ്ങളുടെ മകളെന്താ കല്യാണം കഴിക്കാത്തത്, അവൾക്ക് എത്ര വയസ്സായി, അവനെത്ര വയസ്സായി, ഇതുപോലുള്ള ചോദ്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഉള്ളിൽ കിടന്ന് ഈ പാരൻസ് ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ കുട്ടികളോട് കല്യാണം കഴിക്കുക എന്ന് പ്രഷർ ചെയ്യുന്ന ഒരു ഏജാണ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരുപാട് കളിയും ചിരികളൊക്കെ ആയിട്ട് ഇങ്ങനെ രസത്തിൽ പോകുന്നൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എല്ലാം തുറന്നു പറയുന്ന, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ അറിയാവുന്ന ഒരു പാരൻസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവർക്ക് അവരുടെ ചുറ്റിലുള്ള സൊസൈറ്റിയേക്കാൾ ഇഷ്ടം അവർക്ക് അവരുടെ മക്കളെ ആയിരിക്കും. അവരുടെ മക്കളോട് പറയും, മോനെ നീ ഒന്ന് സെറ്റായിട്ട് കല്യാണം കഴിച്ചാൽ മതി. അതേപോലെ മോളോടാണെങ്കിൽ പറയും, മോളെ നീ ഒരു നല്ല ഗവൺമെൻറ് ജോലിയൊക്കെ നേടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ട് നിനക്ക് തോന്നുമ്പോൾ നീ എന്നോട് പറ എന്ന് പറയും. ഈ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങളുടെ പാരൻസിന് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെയും ഈ സൊസൈറ്റിയുടെയും ഒരു മിസ്റ്റേക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ കാര്യത്തിലൊരു കോൺഫിഡൻസ് വരുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ പേടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഈ കല്യാണത്തിൻ്റെ പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾക്ക് ലൈഫിനോട് കറക്റ്റ് പ്ലാനുകളുണ്ട്, നിങ്ങൾ രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഡിപ്രഷനിലിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ പാരൻസിനോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 1 ഇയർ എനിക്ക് ടൈം തന്നാൽ ഞാൻ ഇങ്ങനൊരു പൊസിഷനിലെത്തും, എന്നിട്ട് എൻ്റെ കാര്യത്തിലേക്ക് എനിക്ക് തന്നെ പൈസ കണ്ടെത്താൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടൈപ്പ് ഒരാളാണെങ്കിൽ നിങ്ങളുടെ പാരൻസിന് നിങ്ങളോടുള്ള കോൺഫിഡൻസ് കൂടും. ഈ സൊസൈറ്റിയേക്കാൾ റോള് അവർ നിങ്ങൾക്ക് തരാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക, ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവരതിനുള്ള മറുപടി കൊടുത്തോളും, നിങ്ങളത് തലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വയസ്സിൽ ഒരു 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ കല്യാണത്തിനെ പറ്റി നിങ്ങൾ അധികം തലയ്ക്ക് കൊടുക്കരുത്. ഇത് പാരൻസിന് വിട്ടുകൊടുത്തേക്കുക. നിങ്ങളെ ഈ ഭൂമിയിൽ എത്തിച്ചത് അവരാണല്ലോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് നിൽക്കാൻ അറിയാലോ. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു ടൈം ആകുമ്പം നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് തരാനും അവർക്ക് നല്ലൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ കല്യാണം എന്ന് പറയുന്ന കാര്യം ഒരു നിയോഗം പോലെ നിങ്ങളുടെ ഒരു വയസ്സാകുമ്പോൾ അതങ്ങ് നടക്കുമെന്നുള്ളത് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ കൊടുക്കുക. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊടുക്കുക. ഇത് എൻ്റെ മാത്രം എന്തോ ഒരു തലവേദനയാണെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഷൻ പൂർണ്ണമായിട്ടും രക്ഷിതാക്കൾക്ക് അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി. ഇതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 lakh എങ്കിലും നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. നിങ്ങൾ തന്നെ അത് ആലോചിക്കുമ്പോൾ ഹാപ്പി ആവും, എനിക്ക് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റി എൻ്റെ കല്യാണത്തിന് വേണ്ടി. ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ജോലി നേടിയെടുക്കണം. നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. ഇതിന് പാരൻസിനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏജ് കാറ്റഗറിയിലാണെങ്കിൽ കല്യാണത്തിനെ പറ്റി ഇനി അധികം ചിന്തിക്കരുത്. അത് നടക്കേണ്ടപ്പോൾ നടക്കൂ, എനിക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഹൈ പൊസിഷനിൽ എത്തിയെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ പാരൻസിന് പിന്നെ അവിടെ വലിയ റോളൊന്നും ഉണ്ടാവില്ല. അവരെ നിങ്ങൾ പറയുന്ന ആളെ കെട്ടിച്ചേരും, അത്രേ ഉള്ളൂ. ഇനി അതല്ല, ഈ പ്രേമം എന്നുള്ള കാര്യത്തിൻ്റെ പിറകിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണും കൈയും കാലും ഒന്നുമില്ലാത്ത വല്ലാത്തൊരു കാര്യമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അതിനോടുള്ള അഡിക്ഷൻ കാരണം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡേർഡ് തകരാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത്. അതല്ല, ഒരു ബെറ്റർ ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിന്തിക്കാം. എന്തായാലും ജീവിതം എന്ന് പറഞ്ഞാൽ അത് കല്യാണമാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളത് മാറ്റി വെക്കുക.
നിങ്ങളുടെ നല്ല ടൈമിൽ നടക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണത്. അത് കാരണം രക്ഷപ്പെട്ടവരുണ്ട്, രക്ഷപ്പെടാത്തവരും ഉണ്ട്. ഇനി നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണത്തിനെ പറ്റി അധികം ചിന്തിക്കരുത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫ്രണ്ട്സൊക്കെ രക്ഷപ്പെട്ടു പോയി, ഞാൻ എവിടെയും എത്തുന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ. ഇതിനെ നമുക്ക് കമ്പാരിസൺ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം. നിങ്ങളിൽ ഈ ഒരു ചിന്ത വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങളുടെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് ഇന്ന് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അത്ര പോലും ഇയാൾ പോരണ്ടാവില്ല ഒന്നിനും. ഇയാളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു പേടി, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്. ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നറിയാം നിങ്ങൾക്ക്? 5-10 വർഷം മുമ്പ് നിങ്ങളെടുത്തൊരു ഡിസിഷനും അയാളെടുത്തൊരു ഡിസിഷനും തമ്മിലുള്ള ഡിഫറൻസാണ്. അയാളും അയാളുടെ ഫാമിലിയും കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച് ഒരു ജോലി കിട്ടുന്ന പരിപാടിയിലേക്ക് അയാളെ ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് അതേപോലെ പോകാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും സാഹചര്യം ഡിഫറൻ്റ് ആയിരുന്നു എന്നുള്ളത് അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെ കൊണ്ട് ആവും പോലെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അവിടെ നിങ്ങളുടെ കഴിവിൻ്റെ ബെസ്റ്റ് ശ്രമിച്ചു, ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് അയാളും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ ഈ കമ്പാരിസൺ എടുത്തിടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് 10 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യത്തിൻ്റെ കമ്പാരിസണാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞു, എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടി, അതിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. രണ്ടിൻ്റെയും ഔട്ട്കം ഡിഫറൻ്റ് ആയിട്ട് സംഭവിച്ചു. അത് നിങ്ങളുടെ സാഹചര്യത്തിൻ്റെയും അവൻ്റെ സാഹചര്യത്തിൻ്റെയും ഡിഫറൻസ് മാത്രമാണ്. അത് എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തിച്ച് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ നിന്ന് ഈ കമ്പാരിസൺ നിന്നേ പറ്റൂ. 5-10 വർഷം മുമ്പ് സംഭവിച്ച ഈ ഡിസിഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. അത് നിങ്ങളുടെ പാസ്റ്റ് ആയിരുന്നു സുഹൃത്തെ. സോ അതിനെപ്പറ്റി ആലോചിച്ചതിന് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ ബെസ്റ്റ് തീരുമാനമായിരുന്നു അത്. ഇന്ന് നിങ്ങളുടെ ആ ഫ്രണ്ടും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. അങ്ങനെ വേണം നിങ്ങളതിന് കാണാൻ. അവർ എത്ര ഉയരത്തിൽ വേണമെങ്കിൽ നിന്നോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട്നെസ് വിടാതിരിക്കുക, ചിരിയും ഹാപ്പിനെസ് ഒന്നും വിടാതിരിക്കുക. നിങ്ങളുടെ ഹെൽത്തും ഡ്രസ്സിങ്ങും ഒക്കെ വളരെ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവരൊക്കെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പോകണം. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾ കാരണം അതൊരു പ്രശ്നമാവാതിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ എന്നും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഇന്നും സ്ട്രോങ് ആണ്, ഹാപ്പി ആണെന്നൊക്കെ അവരൊക്കെ കാണിക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. ഈ അടുത്ത ലെവലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ അപ്പുറമുള്ള ഒരു ലെവലായിരിക്കും അത്. അതിന് ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു 6 മാസം മെനക്കെട്ടാൽ മതി. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയകൾ, ഗവൺമെൻറ് ജോലി, ഇങ്ങനെ പലതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഇതേ ഏജിലുള്ള അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോൺലിനെസ് ആണ്, ഒറ്റപ്പെടുക. നിങ്ങളുടെ കൂടെ ആരുമില്ലാന്ന് തോന്നുക, തനിച്ചായിപ്പോയിന്ന് തോന്നുക, ഓവർ തോട്ട്സ് വരിക, വല്ലാത്ത പ്രഷർ വരിക, ഇതൊക്കെ തന്നെ. ഈ ലോൺലിനെസ് ചിലപ്പോൾ നിങ്ങളെ ഡിപ്രഷനിലേക്ക് വരെ കൊണ്ടുപോകും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരേ ഒരു തിരിച്ചറിവാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സുഹൃത്തെ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് തനിച്ച് കരഞ്ഞുകൊണ്ടാണ്, ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ നിങ്ങളൊന്ന് മെച്ചുറാകുന്നത് വരെ കെയർ ചെയ്യുന്നു. പിന്നീട് നിങ്ങളിലേക്ക് വരുന്ന ഫ്രണ്ട്ഷിപ്പുകൾ, ആളുകൾ, റിലേഷൻസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ കൺസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1-2 നല്ല ഫ്രണ്ട്സേ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു 10-50 നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ 50 പേരും വന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതൊന്നുമല്ല. നിങ്ങൾക്ക് അവർ കുഴപ്പമില്ലാന്ന് തോന്നി, അവർ നിങ്ങളെപ്പോലെ തന്നെ തോന്നി, നിങ്ങൾ അവരായിട്ട് കമ്പനിയായി. ഇപ്പോൾ അയാൾ നിങ്ങളുമായിട്ട് ഒക്കാത്ത ഒരാളായിരുന്നെങ്കിൽ 1-2 ദിവസം കൊണ്ട് നിങ്ങൾ അയാളെ ഒഴിവാക്കും. അപ്പോൾ ഈ സെലക്ഷനൊക്കെ സംഭവിച്ചത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് വന്നതും ഒരുപാട് ആളുകൾ വന്നതും നിങ്ങൾ കാരണമാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളടുത്തുള്ള ചില ക്വാളിറ്റികൾ കണ്ടിട്ടും നിങ്ങളടുത്തേക്ക് ആളുകൾ വരും. അവർ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷങ്ങളോളം വിടാതെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ചില എയിമുകൾ ഉണ്ടായിരുന്നു. സുഹൃത്തെ, നിങ്ങളുടെ അടുത്തുള്ള ചില ക്വാളിറ്റികൾ കണ്ടിട്ട് അവർ പിറകെ തന്നെ കൂടിയതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പാടാൻ അറിയാം, ചിത്രം വരയ്ക്കാൻ അറിയാം, നന്നായിട്ട് പഠിക്കാൻ അറിയാം, ഇങ്ങനെ പലതും. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്നുകിൽ നിങ്ങൾ അവരെ ക്ഷണിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും കണ്ടിട്ട് അവർ വന്നു. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒരു പ്രൊജക്ഷൻ ഓഫ് നീഡ്സ്, ചില ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഈ ആവശ്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് പലരും നിങ്ങളടുത്തേക്ക് വന്നത്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയത്. അവസാനം നിങ്ങൾ ഒറ്റപ്പെട്ട് ഞാനീ പറയുന്ന ഈ സ്റ്റേറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇനിയും പുതിയ ഫ്രണ്ട്സിനെ അങ്ങോട്ട് പോയി ഉണ്ടാക്കാം. നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം.
അപ്പോൾ ഇവിടെ ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മേഖലയാണ്. നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്കൊന്ന് റീഫ്രഷ് ആയാൽ കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങൾ ലോൺലി ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഒന്ന് മാറി. ഇത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ അത് വെറും ടെമ്പററി ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഹൈ എക്സ്പ്ലോഷൻ കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള ഒറ്റപ്പെടൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലോകത്തേക്ക് വന്നതും ഒറ്റയ്ക്കാണ്, ഇവിടുന്ന് പോകുന്നതും ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് ഹാപ്പിനെസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി ഈ പ്രായത്തിൽ സംഭവിക്കുന്ന അടുത്ത കാര്യം കുറച്ച് ഡേഞ്ചറാണ്. ശരീരം നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പല അസുഖങ്ങളും വരും. അതേപോലെ ആളുകൾക്ക് കാണുമ്പോൾ ഒരു വയസ്സായി പോയ പോലെ തോന്നും. നിങ്ങൾ ആകെ ഒരു ഡള്ളായ രീതിയിൽ വളഞ്ഞുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ആളുകളുടെ ഇടയിലുള്ള ഒരു ഇംപ്രഷൻ കുറയാൻ അതൊരു കാരണമാവും. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്നും നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, നല്ല തല ഉയർത്തി നടക്കുക, ആളുകളൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യുക, നല്ല രീതിയിൽ ഹാൻഡ് ഷേക്കെല്ലാം കൊടുക്കുക, ചിരിച്ച് കളിച്ച് അവരുടെ കൂടെ നിൽക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് സിഗ്മ മെയിലുകളെ പോലെ ഇൻട്രോവേർട്ടായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പോകണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതോടുകൂടി കാണാൻ നല്ലൊരു ഹാൻസം ലുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ജിമ്മിൽ പോകാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റികൾ, സൈക്ലിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഒരു ഷോ ഓഫ് ആയിട്ട് നിങ്ങളിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണിത്. ഇനി ഏറ്റവും അവസാനത്തൊരു കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ഇന്ന് എനിക്കിത് ശരിയാവുമോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു PSCയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കാമെന്നറിയോ, ഞാൻ ഒരുപാട് പഠിച്ച ആളല്ലേ, ഇത് ശരിയാവുമോ, മോശമല്ലേ എന്നൊക്കെ ആയിരിക്കും. ഇത് PSCയിലേക്ക് മാത്രമല്ല, ഇത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും എന്ത് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ഈഗോ നിങ്ങളങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ ഓവർകം ചെയ്യാൻ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, കുറച്ചുകൂടി നിഷ്കളങ്കമായ രീതിയിലേക്ക് നിങ്ങളൊന്ന് മാറണം. അതിന് മെഡിറ്റേഷൻ നല്ല രീതിയിൽ നിങ്ങളെ ഉപകരിക്കും. ഇത് മാറിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കുറച്ചുകൂടി കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു മൂഡ് വരുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്കാകെ വേണ്ട ബേസിക് നീഡ് എന്താണെന്നുള്ളത് മാത്രം നിങ്ങളിലേക്ക് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഒരു ചെറിയ കുട്ടി ഒരുപാട് വീണ് നടക്കാൻ പഠിക്കുന്നത് പോലെ വളരെ നിഷ്കളങ്കമായിട്ട് വേണം നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളോട് ഈഗോ ഇല്ലാതെ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തേണ്ട ലെവലെത്താം. എന്തായാലും നിങ്ങളുടെ 25-35 വയസ്സിനിടയിൽ ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളിലേക്ക് വരും. അത് ഒരുപാട് കൊടുക്കാതിരിക്കുക. അത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോവും. അപ്പോൾ നിഷ്കളങ്കമായിട്ട് ഡിസിപ്ലിനോടുകൂടി പഴയതൊക്കെ മറന്ന് നിങ്ങൾ ഇറങ്ങാൻ നോക്കുക. ആ ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക, പക്ഷേ അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തരുത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു പ്രായത്തിനിടയിൽ അഡിക്ഷൻസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളുടെ പുറകെയൊക്കെ പോയി പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ മറ്റുള്ള ആളുകൾ നീ എന്താ കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് വരുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മറ്റുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇതൊന്നും അവരുടെ ബിസിനസ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഇവരോടൊന്നും റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. താങ്ക്സ് എ ലോട്ട് ഫ്രണ്ട്സ്.